നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് രഘുവംശത്തിനെതിരെ സൈബർ ആക്രമണം. റിപ്പോർട്ടിങ്ങിനിടെ തെറ്റായ വ്യാഖ്യാനമാണ് നടത്തിയതെന്ന പേരിലായിരുന്നു സൈബർ ആക്രമണം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെക്കുറിച്ച് താൻ അറിഞ്ഞത് പുലർച്ചെ നീന്തുമ്പോഴായിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞത് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തതിനെ ചൊല്ലിയാണ് സൈബർ ആക്രമണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നീന്ത് എന്നാണ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്രചാരണം. നീന്ത് എന്നാൽ ഹിന്ദിയിലും ഉറുദുവിലും ഉറങ്ങുക എന്നാണ് അർത്ഥം. ഇത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമാബാദിൽ സൈനിക ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴാണ് ഈ മാസം 9-ന് രാത്രിക്കും 10-നും പുലർച്ചയ്ക്ക് ഇടയിൽ തനിക്ക് 2 ഫോൺ കോളുകൾ വന്നു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിശദീകരിക്കുന്നത്. ആദ്യം 2:30-ന് വന്ന ഫോൺ കോളിൽ ഇന്ത്യ റാവൽപിണ്ടിക്ക് അടുത്ത് വരെ മിസൈൽ അയച്ച വിവരം കരസേന മേധാവി അറിയിച്ചു എന്ന് പറയുന്നു. പിന്നീട് പുലർച്ചെ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ നീന്തുമ്പോഴാണ് വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറാണെന്ന് അസീം മുനീർ വീണ്ടും വിളിച്ചറിയിക്കുന്നതെന്നും ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരും ഇത്തരത്തിൽ തെറ്റായ പ്രചരണം നടത്തിയിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പുലർച്ചെ നീന്തുകയായിരുന്നുവെന്ന് ഏഷ്യാനെറ്റിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് പ്രശാന്ത് രഘുവംശം. വീട്ടിലെ ബാത്ത് ടബിലാണോ അതോ സ്വിമ്മിംഗ് പൂളിലാണോ ഷെരീഫ് നീന്തി തുടിച്ചതെന്ന് രഘുവംശം വ്യക്തമാക്കണം എന്നായിരുന്നു അനിലിന്റെ പോസ്റ്റ്. അതേസമയം പ്രശാന്ത് രഘുവംശം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ എങ്ങനെ നിലവിൽ വന്നുവെന്ന് വിശദീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. 2 കാര്യങ്ങൾ ഷഹബാസ് ഷെരീഫ് പറയുന്നു. 1, 2:30 മണിക്ക് തന്നെ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ വിളിച്ച് ഇന്ത്യ നൂർഖാൻ താവളത്തിലടക്കം മിസൈൽ അയച്ചു എന്ന് അറിയിച്ചു. 2, പുലർച്ചെ ഫജ്ർ പ്രാർത്ഥനയ്ക്ക് ശേഷം നീന്തുകയായിരുന്ന സമയത്ത് 2ാമത്തെ ഫോൺ വന്നു. വെടിനിർത്തലിനുള്ള ശുപാർശ വന്നു എന്നാണ് സേനാ മേധാവി അസീം മുനീർ താൻ നീന്തുകയായിരുന്ന സമയത്ത് വീണ്ടും വിളിച്ചറിയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ഞാൻ നൽകിയ റിപ്പോർട്ടിലും 2:30-ക്കുള്ള ആദ്യ വിളിയും പിന്നീട് പാക് പ്രധാനമന്ത്രി നീന്തുന്ന സമയത്തുള്ള 2ാമത്തെ വിളിയും കൃത്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് എന്ന ഇംഗ്ലീഷിൽ തന്നെയാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ വീഡിയോ ലിങ്കിൽ കാണാം. പാക് പ്രധാനമന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത വീഡിയോയും ഒപ്പം ഇടുന്നു. നീന്ത് എന്ന വാക്ക് തന്നെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. സ്വിമ്മിംഗ് എന്ന വാക്ക് വ്യക്തമായി ഉപയോഗിക്കുന്നു. നീന്ത് എന്ന് പറഞ്ഞതിനെ നീന്തൽ എന്ന് തർജ്ജമ ചെയ്ത് റിപ്പോർട്ട് ചെയ്തതായി ട്രോളുകൾ ഉണ്ടാക്കി മുഖമില്ലാത്ത ഭീരുക്കളും മുഖമുള്ള വ്യാജന്മാരും പ്രചരിപ്പിക്കുന്നത് കണ്ടു. വെറുതെ ഒന്ന് സുഖം കിട്ടാനാണെങ്കിലും നീന്ത് കിട്ടാനാണെങ്കിലും. സ്ഥിരം ട്രോളന്മാരിൽ ഒരു വിഭാഗവും ചില വ്യാജ നിർമ്മിതക്കാരും വ്യാപകമായി കള്ളം പ്രചരിപ്പിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ വിശദീകരണം. നിയമ നടപടി വേറെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.